നടിയെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ ഹർജി ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനായി മാറ്റി. ശിക്ഷ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതികളുടെ ഹർജി. പൾസർ സുനി ഉൾപ്പെടെയുള്ളവരാണ് ഹർജി നൽകിയത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ഉണ്ട് കൊച്ചിയിൽ നിന്ന്. രേഷ്മ, എപ്പോൾ എന്നത്തേക്ക് ഈ ഹർജിയിൽ വിധി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും? മറ്റ് വിശദാംശങ്ങൾ രേഷ്മ. പ്രജിത്ത്, ഒരുപക്ഷെ അടുത്ത ആഴ്ചയായിരിക്കും ഈ നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതികൾ നൽകിയിട്ടുള്ള ഹർജിയിൽ ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പറയുക. പ്രധാനമായിട്ടും ഈ അപ്പീലിൽ ഉന്നയിച്ചിരിക്കുന്ന ഒരാവശ്യമെന്ന് പറയുന്നത് ശിക്ഷാവിധി റദ്ദാക്കണമെന്നുള്ളതാണ്. അതിൽ ശിക്ഷ മരവിപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നുള്ളതാണ് ഇടക്കാല ഉത്തരവായിട്ട് പ്രതികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതാണ് ഇനി ഹൈക്കോടതി ആദ്യഘട്ടത്തിൽ ഉത്തരവ് പറയുക, ഇടക്കാല ഉത്തരവ് പറയുക. അതിനുശേഷം ഈ ശിക്ഷാവിധി റദ്ദാക്കണമെന്നുള്ള ആവശ്യത്തിന്മേൽ, ആ അപ്പീലിന്മേൽ ഹൈക്കോടതി വിശദമായിട്ട് തന്നെ വാദം കേൾക്കും. പ്രോസിക്യൂഷന്റെയും അതോടൊപ്പം തന്നെ പ്രതിഭാഗത്തിന്റെയും വാദം ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിശദമായിട്ട് തന്നെ കേൾക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുവാൻ സാധിക്കൂ. ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി കൊടും കുറ്റവാളി, സ്ഥിരം കുറ്റവാളി എന്നുള്ള തരത്തിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശിക്ഷ മരവിപ്പിക്കരുത് എന്നുള്ളൊരു നിലപാട് പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയിൽ സ്വീകരിച്ചിട്ടുമുണ്ട്. നടിയും ഇത് തന്നെയാണ്, സമാനമായിട്ടുള്ള വാദങ്ങൾ തന്നെയാണ് ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ശിക്ഷ മരവിപ്പിക്കുകയാണെങ്കിൽ ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവം അത് കുറച്ചു കാണുന്നു എന്നുള്ള ഒരു തോന്നൽ സമൂഹത്തിനിടയിൽ ഉണ്ടാക്കുമെന്നുള്ളതാണ് നടി ഹൈക്കോടതിയെ ബോധിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഒന്നാം പ്രതിയുടെ ശിക്ഷ അത് കൃത്യമായിട്ട്, അത് കൊടും കുറ്റവാളി ആയതുകൊണ്ട് തന്നെ ശിക്ഷ വിചാരണ കോടതി പുറത്തുവിടുകയും അതോടൊപ്പം തന്നെ കടുത്ത ശിക്ഷ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഒരു ശിക്ഷ മരവിപ്പിക്കുന്ന നടപടി അത് വലിയ രീതിയിൽ തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകും. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും ശിക്ഷ മരവിപ്പിച്ച് ഇടക്കാല ജാമ്യം പ്രതികൾക്ക് അനുവദിക്കരുത് എന്നുള്ളതാണ്. മാത്രമല്ല, ഹീനമായിട്ടുള്ള കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നതെന്നും നടി ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 2017 ഫെബ്രുവരി 17-നാണ് കൊച്ചിയിലേക്ക് വരുന്ന യാത്രാമധ്യേ വാഹനത്തിനുള്ളിൽ വെച്ച് നടി ആക്രമിക്കപ്പെടുന്നത്. 2025 ഡിസംബർ മാസം പൾസർ ഉൾപ്പെടെ 6 പ്രതികൾക്ക് കീഴ്ക്കോടതി, വിചാരണ കോടതി ശിക്ഷ വിധിച്ചിരുന്നു. ജീവപര്യന്തം കഠിന തടവായിരുന്നു ശിക്ഷ. അതിൽ ദിലീപ് ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിടുകയും ചെയ്തു. അതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലും ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉണ്ട്. അതിനിടയിൽ തന്നെയാണ് ശിക്ഷ മരവിപ്പിക്കണമെന്നുള്ള പ്രതികളുടെ ആവശ്യത്തിൽ ഹൈക്കോടതി അടുത്ത ആഴ്ച ഇടക്കാല ഉത്തരവ് പറയാൻ പോകുന്നത്. പ്രജിത്ത്. രേഷ്മയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.